എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് ഖുറേഷി അബ്രഹാം. എമ്പുരാന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ച് ലാലേട്ടൻ. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പൃഥ്വിരാജ് ലാലേട്ടൻ ചിത്രം എമ്പുരാന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർക്ക് സർപ്രൈസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റുകളും ക്യാരക്ടർ പോസ്റ്ററുകളും പുറത്തു വരുമ്പോൾ ആരാധകരുടെ ആവേശവും വർദ്ധിക്കുന്നു. ആവേശത്തിന് ആക്കം കൂട്ടി ഒന്നാമൻ ഖുറേഷി അബ്രഹാം ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. ലാലേട്ടൻ പങ്കുവച്ച വീഡിയോയിൽ ഇന്ന് വൻപൻ സർപ്രൈസുകളാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ നിങ്ങൾക്കറിയണമെങ്കിൽ മൂന്നാം ഭാഗവും കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലുള്ള ലീഡ് കൂടി കാണും. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ടെന്ന് അയാൾ ഭരിക്കുന്ന മറ്റൊരു വൻപൻ ലോകം ഉണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രവും അയാളുടെ ലോകവും നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടാൻ സാധിക്കും. അതോടൊപ്പം എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്നും ഇന്ന് പുറത്തു വന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികൾ അടക്കം അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുകയും കൊണ്ടാടുകയും ചെയ്യുകയാണ്. ഈ വരുന്ന മാർച്ച് 27-നാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇന്ന് പുറത്തു വന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ പോസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.